ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ. മൊത്തം 6 തവണയാണ് അദ്ദേഹം IPL കിരീടത്തിൽ മുത്തമിട്ടത്. ഒരു തവണ ഡെക്കാൻ ചാർജേഴ്സിനൊപ്പവും 5 തവണ മുംബൈ ഇന്ത്യൻസിലുമായിരുന്നു താരത്തിന്റെ IPL നേട്ടങ്ങൾ. മുംബൈ IPL കിരീടം നേടിയ 5 തവണയും ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു രോഹിത് ശർമ്മ. എന്നാൽ കഴിഞ്ഞ സീസണിന് മുൻപ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിൽ നിന്ന് നീക്കി മുംബൈ ആരാധകരെ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെ രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈ പുതിയ ക്യാപ്റ്റനാക്കിയത്. ഇത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തു. രോഹിത്തിനെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റിയ മുംബൈ മാനേജ്മെന്റിന്റെ നീക്കത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ആരാധകർ അഴിച്ചുവിട്ടത്. 5 തവണ IPL കിരീടം സമ്മാനിച്ചിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ വർഷം രോഹിത് ശർമ്മയെ നീക്കിയതിന്റെ അലയൊഴികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. രോഹിത്തിന് പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കി ഇറങ്ങിയപ്പോൾ 2024 IPL മുംബൈ ഇന്ത്യൻസ് ഏറ്റവും പിന്നിലായി ഫിനിഷ് ചെയ്തതോടെ രോഹിത്തിന്റെ നേതൃപാഠവും ഭാഗ്യവുമെല്ലാം ചർച്ചയാവുകയും ചെയ്തു. ക്യാപ്റ്റൻസി മാറ്റത്തിൽ അസ്വസ്ഥനായ രോഹിത് വരുന്ന സീസണിൽ റിലീസിനായി കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഏറ്റവും അധികം വിജയങ്ങൾ നൽകിയ രോഹിത്തിനെ IPL 2025 മുൻപ് വിട്ടുകൊടുക്കാൻ മുംബൈ ഇന്ത്യൻസ് ആഗ്രഹിക്കുന്നില്ലെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങൾ IPL 2024 അവസാനിച്ചുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ടീമിൽ രോഹിത്തിനെ പിന്തുണയ്ക്കുന്നവരും ഹാർദിക്കിനെ പിന്തുണയ്ക്കുന്നവരും 2 ചേരിയിലാണെന്ന് വരെ വാർത്തകളുണ്ടായിരുന്നു. IPL-ലും രാജ്യാന്തര ക്രിക്കറ്റിലുമെല്ലാം നായക സ്ഥാനത്ത് വിജയിച്ച വ്യക്തിയാണ് രോഹിത്. 2013, 2015, 2017, 2019, 2020 വർഷങ്ങളായി അദ്ദേഹം മുംബൈയെ 5 തവണ കിരീടങ്ങളിലേക്ക് നയിച്ചു. ഇന്ത്യൻ ടീമിന് T20 ലോകകപ്പ് 2024 കിരീടവും നേടിക്കൊടുത്തു. 2025 ഹാർദിക് വീണ്ടും ടീമിനെ നയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ രോഹിത്തിന്റെ പിന്തുണയും തന്ത്രങ്ങളും ടീമിനെ മുന്നോട്ട് നയിക്കാൻ ഏറെ സഹായിക്കുമെന്ന് ടീം മാനേജ്മെന്റ് തിരിച്ചറിയുന്നുണ്ട്. മുംബൈയുടെ എക്കാലത്തെ മികച്ച ബാറ്ററാണ് രോഹിത്. മുംബൈക്ക് വേണ്ടി 14 സീസണുകളായി 5458 റൺസ് നേടിയിട്ടുണ്ട്. മുംബൈക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വെടിക്കെട്ട് ബാറ്ററാണ് അദ്ദേഹം. ഇഷാൻ കിഷനൊപ്പം ഓപ്പൺ ചെയ്യാൻ ഒരാളെ തിരയുന്നതിന് പകരം രോഹിത്തിനെ ടീമിൽ നിലനിർത്താനാവും ബുദ്ധിപരമായ നീക്കവും. ഏത് സാഹചര്യങ്ങളിലും ഫ്രാഞ്ചൈസികളോട് പൂർണ്ണമായ വിശ്വസ്തത പുലർത്തുന്ന വലിയ താരങ്ങൾ മിക്ക ഫ്രാഞ്ചൈസികളിലുമുണ്ട്. MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ്, വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തുടങ്ങിയവ ഇതിനുദാഹരണമാണ്. അതുപോലെ മുംബൈയുടെ നല്ല സമയത്തും അല്ലാത്തപ്പോഴും കൂടെ നിന്ന ബിഗ് ഇന്ത്യൻ ക്രിക്കറ്ററാണ് രോഹിത്. അതിനാൽ നേതൃത്വ മാറ്റം ഉണ്ടായാലും ഫ്രാഞ്ചൈസി വിടാൻ രോഹിത് സ്വമേധയാ നടപടികളൊന്നും സ്വീകരിക്കാൻ സാധ്യതയില്ല.